ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഔദ്യോഗിക ക്ഷണം ലഭിച്ചതോടെ അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഉടൻ വസതിയിലെത്താൻ ആവശ്യപ്പെട്ട് നരേന്ദ്രമോദി വിളിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു, എത്തുന്നു. ബാക്കിയെല്ലാം പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആയിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. കണ്ടിരുന്നു പ്രതീക്ഷ. അപ്പോൾ ഈ നരേന്ദ്രമോദിയിൽ നിന്ന് കിട്ടിയ ക്ഷണത്തോടു കൂടിയല്ലേ കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്കും സ്ഥിരീകരിക്കാനായത്? തീർച്ചയായും ഹാഷ്മി. കാരണം സുരേഷ് ഗോപി സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള സസ്പെൻസുകളായിരുന്നു ഇന്ന് തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. കാരണം രാവിലെ 6 മണിയോടുകൂടി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമെന്നായിരുന്നു മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ അറിവ് ലഭിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മാധ്യമപ്രവർത്തകർ എയർപോർട്ടിൽ പോയിരുന്നു. പക്ഷേ പിന്നീടാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു സ്ഥിരീകരണം വന്നത്. തുടർന്ന് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ എത്തുമ്പോഴും വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു അവ്യക്തത അക്കാര്യത്തിലും നിലനിന്നിരുന്നു. കേന്ദ്രമന്ത്രിയാകുമോ അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സുരേഷ് ഗോപി പോകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ അനിശ്ചിതത്വങ്ങളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹവുമായി അടുപ്പമുള്ളവരും യാതൊരു മറുപടിയും നൽകിയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് അപ്രതീക്ഷിതമായി നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കോള് സുരേഷ് ഗോപിക്ക് എത്തുകയും എത്രയും വേഗം ഡൽഹിയിൽ എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറെടുപ്പുകൾ ശാസ്തമംഗലത്തെ വീട്ടിൽ നടന്നു. പിന്നീട് സുരേഷ് ഗോപിയും അമ്മയും ഭാര്യയും വീടിന് പുറത്തേക്ക് വരികയും ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയുമായിരുന്നു ചെയ്തത്. നേരത്തെ തന്നെ ഈ ഏറ്റെടുത്ത സിനിമകളെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. 4 സിനിമകളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ 2 സിനിമകളുടെ ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയായാൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത്. ഇക്കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് ഇല്ല എന്നുള്ളൊരു നിലപാടും നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ നിയുക്ത പ്രധാനമന്ത്രിയുടെ കോളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായത്. എത്രയും വേഗം തന്റെ വസതിയിൽ എത്തിച്ചേരുക എന്നുള്ള മറുപടിയാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് എന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം. അങ്ങനെ ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന് ഒരു 11:30 കൂടി തന്നെ സുരേഷ് ഗോപി യാത്ര തിരിക്കുന്നു. പിന്നീട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമ്പോഴും ഇതേ മറുപടി തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. മോദി എത്താൻ നിർദ്ദേശിച്ചു, താൻ പോകുന്നു, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പ്രതികരിക്കാൻ ഇല്ല, അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും തനിക്ക് അറിയില്ല എന്നുള്ള മറുപടിയിൽ മാത്രമാണ് സുരേഷ് ഗോപി പ്രതികരണം ചുരുക്കിയത്. ഇനി പുറത്തു വരാനുള്ള സസ്പെൻസ് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദം ലഭിക്കുമോ, ഏതൊക്കെ വകുപ്പുകളായിരിക്കും എന്നതാണ് ഇനി പുറത്തു വരാനുള്ള അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം. എന്തായാലും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം നേരത്തെ തന്നെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞതാണ്. തൃശ്ശൂരിൽ തിളക്കമാർന്ന ഒരു വിജയം വേണ്ടിയാണ് ആ ക്ഷണമാണ് എന്തായാലും അത് സ്ഥിരീകരിക്കപ്പെടുന്നത്. സുരേഷ് ഗോപി ഉറപ്പായും കേന്ദ്രമന്ത്രിയാകുന്നു. അദ്ദേഹം ഡൽഹിയിലേക്കുള്ള യാത്രയിലുമാണ്. എന്തായാലും മോദി സർക്കാരിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാത്രി 7:15 സത്യപ്രതിജ്ഞ. 2ാം മോദി സർക്കാരിലെ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനം തുടരും. നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, മൻസുഖ് മാണ്ഡവ്യ, കിരൺ റിജിജു എന്നിവർ മന്ത്രിസ്ഥാനം തുടരും. TDPയിൽ നിന്ന് രാംമോഹൻ നായിഡുവും പെമ്മസേനി ചന്ദ്രശേഖറുമാണ് മന്ത്രിസഭയിലേക്ക് എത്തുക. ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചിയും LJP നേതാവ് ചിരാഗ് പാസ്വാനും JDS നേതാവ് HT കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ. ആർക്കെ, 3ാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും ലഭ്യമാകുന്നുണ്ടോ? എത്ര മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് സാധ്യത? ആർക്കെ? ഹാഷ്മി, ഔദ്യോഗികമായിട്ട് ഇതുവരെയും നരേന്ദ്രമോദി 3ാം മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. രാഷ്ട്രപതി ഭവനിന് ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോടടുത്താണ് ഈ പട്ടിക കൈമാറുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ ഇന്നലെ രാത്രി ഈ പട്ടിക കൈമാറും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന്, നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് രാവിലെയോടുകൂടിയാണ് ആ പട്ടിക രാഷ്ട്രപതി ഭവനിൽ എത്തിയത്. അതിനുശേഷമാണ് ഈ മന്ത്രിമാരെ ക്ഷണിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഓരോ അംഗങ്ങൾക്കും ഫോൺ
കോൾ എത്തി തുടങ്ങിയത്. നരേന്ദ്രമോദി ആകട്ടെ ആ സമയത്ത് തന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ ഒരു ചായ സൽക്കാരത്തിന് വേണ്ടി വിളിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിലെ ചായ സൽക്കാരം അല്പസമയത്തിന് മുമ്പാണ് അവസാനിച്ചത്. 11 മണിക്കാണ് ആ ചായ സൽക്കാരം ആരംഭിച്ചത്. മൂന്നാമത് ഭരണത്തിലെത്തുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വെല്ലുവിളികൾ വലുതാണ്. ആ വെല്ലുവിളികളെ അഭിമുഖീകരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയേ മതിയാകൂ. അതടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചു നരേന്ദ്രമോദി എന്നാണ് നമുക്കിപ്പോൾ അറിയാനായി സാധിച്ചിരിക്കുന്നത്. 7:15 ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. 7:15 നരേന്ദ്രമോദി ഏതാണ്ട് 55 മുതൽ 60 ഇടയ്ക്ക് 57 എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. മന്ത്രിമാരുമായിട്ട് സത്യവാചകം ചൊല്ലി അധികാരത്തിൽ എത്തും. എല്ലാ ഒരുക്കങ്ങളും അവിടെ രാഷ്ട്രപതി ഭവനിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ പെടുന്ന ഏതാണ്ട് 7 രാജ്യങ്ങളിലെ തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും. പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെ എത്തും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മന്ത്രിമാരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനൌദ്യോഗിക ചർച്ചകൾ ഇതിനകം നടന്നിട്ടുണ്ട്. ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകൾ എന്തായിരിക്കണം എന്നത് അവരോടാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം രാഷ്ട്രപതി ഭവൻ മന്ത്രിമാരുടെ വകുപ്പ് ഏതാണെന്ന് വിജ്ഞാപനം ചെയ്യും. ഇന്ന് തന്നെ ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം, നരേന്ദ്രമോദി 3ാം സർക്കാരിന്റെ ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ഇന്ന് തന്നെ ചേരും. ഈ 100 ദിന കർമ്മ പരിപാടി പക്ഷേ ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഏതായാലും ഇന്ന് മന്ത്രിസഭാ യോഗം ചേരും. ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന രീതിയിൽ നിർമ്മലാ സീതാരാമൻ അവരുടെ പേര് കൂടി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മലാ സീതാരാമൻ മാറി നിൽക്കാൻ ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ അറിയിച്ചിരുന്നു. സംഘടനാപരമായിട്ടുള്ള ആവശ്യങ്ങൾ BJPക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാറി നിൽക്കാനായിട്ട് അവരും BJPയും നിർമ്മലാ സീതാരാമന്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ നരേന്ദ്രമോദി അവരെ ചായ സൽക്കാരത്തിന് വിളിച്ചു. അതുവഴി നിർമ്മലാ സീതാരാമൻ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു, മന്ത്രിസഭയിലേക്ക് എത്താൻ വീണ്ടും പോകുന്നു എന്നത് വ്യക്തമാവുകയാണ്. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിന്റെ ഔദ്യോഗികമായ ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏകദേശം ധാരണയുണ്ടാകുന്നു. 7:15 പരിപാടി തുടങ്ങുക, സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങുക. എത്ര മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഇതിനെക്കുറിച്ച് അല്പസമയത്തിനകം പൂർണ്ണമായ വ്യക്തത വരികയും ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി ഗാന്ധി സ്മാരകത്തിലും വാജ്പേയിയുടെ സ്മാരകത്തിലും ആദരമർപ്പിച്ച് നരേന്ദ്രമോദി JP നഡ്ഡയ്ക്കും രാജ്നാഥ് സിംഗിനുമൊപ്പം ദേശീയ യുദ്ധസ്മാരകവും സന്ദർശിച്ചു. നിയുക്ത മന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചായ സൽക്കാരം ഒരുക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി നരേന്ദ്രമോദി രാവിലെ 7 മണിയോടെ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി നരേന്ദ്രമോദിയെ അനുഗമിച്ചു. BJPയുടെ ആദ്യ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ത്യവിശ്രമം കൊള്ളുന്ന സദൈവ് അടലിലെത്തി മോദി ആദരാഞ്ജലി അർപ്പിച്ചു. പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും മോദി അഭിവാദ്യം ചെയ്തു. പിന്നീട് BJP അധ്യക്ഷൻ JP നഡ്ഡ, രാജ്നാഥ് സിംഗ് എന്നിവരോടൊപ്പം ദേശീയ യുദ്ധസ്മാരകം സന്ദർശിച്ചു. സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. രാവിലെ 11:30 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരുക്കിയ ചായ സത്കാരത്തിൽ നിയുക്ത മന്ത്രിമാർ പങ്കെടുത്തു. 24 ഡൽഹി. അപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് അറിഞ്ഞതോടെ തൃശ്ശൂരിലെ BJP പ്രവർത്തകർ ആഘോഷം തുടങ്ങി. ആഹ്ലാദ പ്രകടനം നടത്തിയും വീടുകൾ തോറും കയറിയിറങ്ങി മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകരുടെ ആഘോഷം. തൃശ്ശൂർ പൂരം, ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനേകം വിഷയങ്ങളിൽ സുരേഷ് ഗോപി മാറ്റം കൊണ്ടുവരും എന്ന് അവകാശപ്പെടുന്നുണ്ട് പ്രവർത്തകർ. തൃശ്ശൂരിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, തൃശ്ശൂരിലാണ് സുരേഷ് ഗോപി ജയിച്ചതിന്റെ മധുര പലഹാരം വിതരണം ചെയ്യലും ആഘോഷവുമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്നത്. ഓരോ വീടുകളിലൊക്കെ കയറി ഇങ്ങനെ മധുരം വിതരണം ചെയ്യുന്ന BJP പ്രവർത്തകരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? കേന്ദ്രമന്ത്രി ഇവിടെ ആദ്യമായി ഒരു അക്കൗണ്ട് തുറക്കുന്നു, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു. വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ പ്രവർത്തകരെല്ലാം? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ്. കേരളത്തിനെ സംബന്ധിച്ച് ഇന്ന് വരെ ഞങ്ങൾ സത്യത്തിൽ ഇത്ര കാലം വരെ ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഞങ്ങൾ വിജയിക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് വന്നത്. അത് ഞങ്ങൾ ഫലം കണ്ടു. ഇപ്പോ കേന്ദ്രമന്ത്രിയാകും, വിവിധ വകുപ്പുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. വലിയ പ്രതീക്ഷയിലാണോ അതിൽ? ഇപ്പോ നമ്മുടെ ഇതിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തുള്ള അറിവനുസരിച്ച്, നമുക്ക് ജില്ലയിലുള്ള അറിവനുസരിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും, അതും ക്യാബിനറ്റ് മന്ത്രിയാവും. അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇലക്ഷന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് 100% സുരേഷ് ഗോപി നടത്തുമെന്നുള്ള പരിപൂർണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുമുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും പ്രതീക്ഷയിലുണ്ടാവത്തില്ലേ? പൂരമായിട്ട് അതിപ്പോ ഞാൻ പറയാതെ തന്നെ സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതിനൊരു മാറ്റം വരുത്തുമെന്ന്.
അത് എങ്ങനെയാണ് മാറ്റം വരുന്നത് അദ്ദേഹത്തിന് ഒരു പ്ലാനും കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയുള്ള കാര്യങ്ങൾ അവിടെ നല്ല ഇന്ന് വരെ നടന്നിട്ടുള്ള രീതിയിലല്ല. ഇനി ഒരു മാറ്റം തൃശ്ശൂരിന് പ്രതീക്ഷിക്കാം. തൃശ്ശൂരിലെ ആളുകൾക്ക് മുഴുവൻ നമ്മൾ അതുകൊണ്ട് നന്ദി പറയാണ്. വലിയ ആവേശം BJP പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഈ കേന്ദ്രമന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കിട്ടും എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ വീടാന്തരം കയറി മധുരം വിതരണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ ഇത് ആദ്യമായാണ് BJP ഒരു അക്കൗണ്ട് തുറക്കുന്നത് തന്നെ. അതിന്റെ ഒരു സന്തോഷം അവരിൽ കാണാനുണ്ട്. ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തൃശൂർ അക്ഷരാർത്ഥത്തിൽ BJP പ്രവർത്തകരുടെ വലിയ ആഘോഷങ്ങൾ ആവേശം കൊണ്ട് നിറയും എന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ക്യാമറമാൻ റിജോയ്ക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 തൃശൂർ. ഒരു ലക്ഷം പറയാണ്, തൃശ്ശൂരിലെ ഓരോ മൂലയിലും മാലിന്യക്കൂമ്പാരം കാണാം. പ്രത്യേകിച്ച് ശക്തൻ സ്റ്റാൻഡിലെ പരിസരവും മറ്റും. KSRTC സ്റ്റാൻഡ് ഒട്ടും പിന്നിലല്ല. ആദ്യം ഈ മാലിന്യക്കൂമ്പാരങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതികൾ നടപ്പാക്കുക എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. എനിക്ക് സുരേഷ് ഗോപി ശ്രദ്ധയിലേക്ക് പറഞ്ഞാണ് തോന്നുന്നു പ്രേക്ഷകൻ, ഞാൻ വായിച്ചു. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇന്ന് നിറഞ്ഞ ഉദ്യോഗ നിമിഷങ്ങളാണ്. ഡൽഹിയിലേക്ക് പോകാതെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിൽ തുടർന്ന് സുരേഷ് ഗോപിയുടെ മനസ്സ് മാറിയത് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒറ്റ ഫോൺ കോളിലാണ്. പിന്നാലെ ഡൽഹിയിലേക്ക് തിരിച്ചു. വകുപ്പുകളിലും ക്യാബിനറ്റ് പദവിയിലും സസ്പെൻസ് തുടരുകയുമാണ്. സുരേഷ് ഗോപി സിനിമകളെ വെല്ലുന്ന സസ്പെൻസുകൾ. നിയുക്ത കേന്ദ്രമന്ത്രിയായി രാവിലെ ഡൽഹിയിലേക്ക് തിരിക്കുമെന്നായിരുന്നു ആദ്യ സൂചന. പിന്നാലെ തിരുവനന്തപുരം എയർപോർട്ടിൽ സുരേഷിനെ കാത്ത് മാധ്യമപ്രവർത്തകർ. 8:30 ഡൽഹിയിലേക്ക് പോകുന്നില്ലെന്ന സ്ഥിരീകരണം. മന്ത്രിയാകുന്നതിലും അനിശ്ചിതത്വം. സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോകുമെന്ന വിവരത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ശാസ്തമംഗലത്തെ വീട്ടിലെത്തിയെങ്കിലും വീട് അടഞ്ഞുകിടന്നു. ഒടുവിൽ മോദിയുടെ വിളിയെത്തുന്നു. അപ്പോഴും മന്ത്രിയാകുമോ എന്ന് സംശയം. സസ്പെൻസ് അധികം നീണ്ടില്ല. രാഷ്ട്രപതി ഭവനിൽ നിന്ന് അറിയിപ്പെത്തി. സുരേഷ് ഗോപി മന്ത്രിയെന്ന് സ്ഥിരീകരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി സുരേഷ് ഗോപി വീടിന് പുറത്തേക്ക്. അനുഗമിച്ച് ഭാര്യയും അമ്മയും. എനിക്കൊന്നും അറിയത്തില്ല. അദ്ദേഹമാണ് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടൻ എത്താൻ പറഞ്ഞു. 11:30 വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. നിയുക്ത പ്രധാനമന്ത്രി വിളിച്ചു പോകുന്നുവെന്ന പ്രതികരണം എയർപോർട്ടിലും ആവർത്തിച്ച് താരം. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു. എത്തുന്നു. ബാക്കിയെല്ലാം പിന്നെ അവിടെ ചെന്നിട്ട്. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കുന്നതിലെ ആശങ്ക കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെങ്കിലും അക്കാര്യങ്ങൾ പിന്നീട് നോക്കാമെന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ മറുപടി. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. മുംബൈ വിമാനത്താവളത്തിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനം അതേ റൺവേയിൽ ലാൻഡ് ചെയ്തു. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിലാണ് ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തത്. സംഭവത്തിൽ DGCയെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, ഉണ്ടായത് എന്താണ്? കൊടിയ അനാസ്ഥയാണ്. ഒഴിവായത്, കഷ്ടിച്ചൊഴിവായത് വലിയ ദുരന്തമാണെന്ന് പറയാം അല്ലേ? തീർച്ചയായും മുംബൈ വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം 2 റൺവേകൾ ഉണ്ടെങ്കിലും അത് ഒന്നിന് കുറുകെ ഒന്നായി നിലനിൽക്കുന്നതുകൊണ്ട് ഒരേ സമയം വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിയില്ല. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മറ്റൊരു വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ സാധാരണ കഴിയാറില്ല. ഏതായാലും ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. ATC എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് തെറ്റായ നിർദ്ദേശങ്ങൾ നൽകിയതാണ് ഈ അപകടം. അത് ഒഴിവായിപ്പോയെങ്കിൽ കൂടി അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇൻഡിഗോ ആണ് ഇതിലൊരു വിശദീകരണ കുറിപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഇൻഡിഗോ പറയുന്നത് എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് വിമാനം ലാൻഡ് ചെയ്യുക മാത്രമാണ് പൈലറ്റ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്നതാണ്. ഇൻഡോറിൽ നിന്ന് ആളുകളുമായി വരുന്ന വിമാനമാണ് ഈ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. അതേസമയമാണ് അതേ റൺവേയിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനമായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതും ഏതാണ്ട് 100 മീറ്ററിൽ അധികം കാണില്ല ഈ 2 വിമാനങ്ങൾ ഒരേ സമയം റൺവേയിൽ ഉണ്ടായിരുന്ന സമയം. അത്രയും കുറഞ്ഞ ദൂരത്തെ 2 വിമാനങ്ങൾ അടുപ്പിച്ചു വന്നത് ഭാഗ്യം കൊണ്ട് മാത്രം എയർ ഇന്ത്യ വിമാനം ആ സമയം കൃത്യം ടേക്ക് ഓഫ് നടന്നതുകൊണ്ട് മാത്രമാണ് ഒരു കൂട്ടിയിടി ഒഴിവായത്. ഒരല്പസമയം വൈകിയിരുന്നെങ്കിൽ 2 വിമാനങ്ങൾ തമ്മിലും കൂട്ടിയിടിച്ചേനെ. അതൊരു വലിയ ദുരന്തമായി മാറിയേനെ. ഏതായാലും സിവിൽ ലൈൻ DGCയെ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഒക്കെ തന്നെ ഇതിലൊരു അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ അവർ പരിശോധിച്ച് വരികയുമാണ്. ATC ഉദ്യോഗസ്ഥരെ ഈ കാര്യത്തിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്യും. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. ഒഴിവാകുന്നത് കഷ്ടിച്ച് ഒരു വലിയ ദുരന്തം ഒഴിവായെന്ന് പറഞ്ഞാൽ അത് ടേക്ക് ഓഫ് ചെയ്യാൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഉണ്ടാകുമെന്ന് ആലോചിക്കാൻ കഴിയുന്നതല്ല. അതൊരു വിമാനം തിരുവനന്തപുരത്തേക്കുള്ള വിമാനവും കൂടിയാണ്. അന്വേഷണം നടക്കട്ടെ.
എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തപ്പെടട്ടെ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കുമെന്ന് CPI. തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചുവെന്ന് ആഴത്തിൽ പരിശോധിക്കുമെന്ന് പന്ന്യൻ രവീന്ദ്രൻ 24-നോട് പറഞ്ഞു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ കേരളത്തിൽ എന്ത് ലഭിക്കും എന്ന് കാത്തിരുന്ന് കാണാം എന്നും പറയുകയാണ് പന്ന്യൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയം ആവർത്തിച്ചതും BJP വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചതും ഇടതുമുന്നണിയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. നേരിടേണ്ടി വന്ന കടുത്ത പരാജയത്തിനു പിന്നിൽ ഭരണവിരുദ്ധ വികാരമാണെന്നും ആരോപണമുണ്ടായി. ഇതിന് പിന്നാലെയാണ് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സ്വയം വിമർശനം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനിവാര്യമാണെന്നും പന്ന്യൻ രവീന്ദ്രൻ. കമ്മ്യൂണിസ്റ്റുകാർ സാധാരണഗതിയിൽ നടത്തുന്നത് തന്നെയാണ്. ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ സെൽഫ് ക്രിറ്റിസം ഉണ്ട്. പിന്നെയോ തിരുത്തേണ്ട ഏത് കാര്യം ഉണ്ടെങ്കിലും തിരുത്തും. സെൽഫ് ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ്. വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയും. അത് രണ്ടും നമുക്കുണ്ട്. രണ്ടും കണ്ട് പരിശോധിക്കും. തിരുവനന്തപുരത്ത് 2 കോടീശ്വരന്മാർക്കിടയിലാണ് മത്സരിച്ചത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആഴത്തിൽ പരിശോധിക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ കേരളത്തിന് എന്ത് ലഭിക്കുമെന്ന് കാത്തിരുന്നു കാണാം. കാത്തിരുന്ന് കാണാം. ഇപ്പോഴതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു ഡയലോഗ് പറ്റിയല്ല. കാത്തിരുന്ന് കാണാം. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് BJPയുടെ വളർച്ച നോക്കിക്കാണാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റ് നേടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. എന്നാൽ ഭരണം കൊണ്ട് ഉള്ളതുകൂടി കളഞ്ഞു കുളിച്ചുവെന്നും പന്ന്യൻ രവീന്ദ്രൻ വിമർശിച്ചു. വിനീത VG 24 കൊച്ചി. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. പാർട്ടിയിലും ഇന്ത്യ മുന്നണിയുമായും ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. നിതിൻ അംബുജൻ. നിതിൻ, പാർട്ടി എന്താണ് ഇന്ത്യ മുന്നണി പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണോ അതോ രാജ്യസഭാംഗം എന്നുള്ള നിലയ്ക്കാണോ അതിലുള്ള എന്താണ് പങ്കെടുക്കൽ? ഏതൊക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ക്ഷണമുണ്ട്? ഏതൊക്കെ മുഖ്യമന്ത്രിമാർക്ക് ക്ഷണമുണ്ട്? നിതിൻ. ഹാഷ്മി, എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് പല പാർട്ടികളുമായി കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ്. അതിനുശേഷം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി തീരുമാനമെടുത്തു. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുക. ഇന്ന് രാവിലെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ക്ഷണം ലഭിച്ചത്. അതിനുശേഷം കൂടിയാലോചന നടത്തി പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുമായി കൂടിയാലോചിച്ചുമാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. മറ്റ് പല പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ക്ഷണം ലഭിച്ചാലും പോകില്ല എന്നാണ് CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും ആ നിലപാട് സ്വീകരിച്ചു. നമുക്കറിയാം, മല്ലികാർജ്ജുൻ ഖാർഗെ AICC അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ്. ആ നിലയിൽ തന്നെ അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടികളുമായി കൂടിയാലോചന ശേഷം അവരുടെ അഭിപ്രായമെല്ലാം തന്നെ ആരാഞ്ഞ ശേഷമാണ് ഇത്തരമൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പാർട്ടികളുടെ എല്ലാം തന്നെ പൊതുവെ ഉണ്ടായിരിക്കുന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ അത് പ്രകാരം ഇന്ന് വൈകിട്ടത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. മറ്റൊരു കാര്യം, പ്രതിപക്ഷ സംസ്ഥാനത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കും ഇത്തരത്തിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കേരള ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്ഷണം ലഭിച്ചു. പക്ഷേ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഔദ്യോഗികമായ തീരുമാനം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. കൂടാതെ പ്രതിപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ച് NCPക്ക് നേരത്തെ ക്ഷണം ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ക്ഷണം ലഭിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളെ പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ വലിയ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് നേരത്തെ KC വേണുഗോപാൽ ഇപ്പോൾ പ്രതികരണമായി അറിയിച്ചിരിക്കുന്നത്. വിദേശ പ്രതിനിധികളെ അടക്കം 2 ദിവസം മുന്നേ ക്ഷണിച്ചു. അവർ ഇതിനകം തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ക്ഷണം ആരംഭിച്ചത്. അതെല്ലാം തന്നെ ഒരു കീഴ്വഴക്കം ലംഘിച്ചുള്ളൊരു നടപടിയാണ് സർക്കാരിന്റെ എന്നൊരു വിമർശനം കോൺഗ്രസ് പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു വിമർശനമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ക്ഷണമുണ്ട്. പങ്കെടുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് അല്പസമയത്തിനകം കാത്തിരുന്ന് കാണേണ്ടതുമാണ്. നിയുക്ത മന്ത്രിമാരുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച നടന്നിരുന്നു. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ. ആർക്കെ ഒരു വിരുന്ന് സൽക്കാരം, ഒരു ചായ വിരുന്ന് സൽക്കാരം എന്നതിനൊക്കെ അപ്പുറം അടുത്ത 5 വർഷം രാജ്യത്തെ ഭരിക്കേണ്ട അവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്കാണല്ലോ കാണേണ്ടത്. അവിടെ ഒരു സൽക്കാരം മാത്രമാണോ, ചെറിയ കൂടിയാലോചനകളും ചെറിയ ചർച്ചകളൊക്കെ ഉണ്ടായോ? ആർക്കെ? തീർച്ചയായിട്ടും അതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അവിടെ ചായ സൽക്കാരത്തിനെത്തിയ നിയുക്ത മന്ത്രിമാർക്ക് എങ്ങനെയായിരിക്കണം തൻ്റെ 3ാം മന്ത്രിസഭയുടെ കീഴിലെ നയപരിപാടികൾ നടപ്പാക്കേണ്ടത്, എങ്ങനെയാണ് മന്ത്രിമാർ പ്രവർത്തിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ച് നൽകുകയാണ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ നരേന്ദ്രമോദി പല ഘട്ടങ്ങളിലും പൂർണ്ണ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ഇതേപോലെയുള്ള ചില
ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. അതിന് സമാനം എന്ന് തോന്നുന്ന വിധത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന പേരുകാരെ വിളിച്ച് അവർക്ക് ഒരു ചായ സൽക്കാരം നടത്തുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇങ്ങനെയായിരിക്കും, മന്ത്രിസഭയുടെ പ്രവർത്തനം താൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ച് നൽകുന്ന വിധത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. നമുക്കതിൽ നിന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത കൂടിയാണ്. ഏതെങ്കിലും പേരുവിവരങ്ങൾ ഇതിനകം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നതാണ്. പല പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും ഭാഗമായിരുന്ന മന്ത്രിമാർ ഇത്തവണയും ആ ചുമതലയിൽ തുടരും എന്നത് വ്യക്തമാക്കുന്നു ആ ദൃശ്യങ്ങൾ. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഒപ്പം പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കഴിഞ്ഞ സഭയിൽ മന്ത്രിസ്ഥാനങ്ങൾ അലങ്കരിച്ചവർ ഇത്തവണയും ഉണ്ടാകും. അതുകൂടാതെ ശിവരാജ് സിംഗ് ചൗഹാനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹർലാൽ ഖട്ടറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരും എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് അവരുടെ ഒരു എണ്ണം കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് നിജപ്പെടുത്താൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ BJP നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് 55 മുതൽ 60 വരെ, ഏതാണ്ട് 57-നാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 57 എന്ന സംഖ്യ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അവർക്ക് വിശദീകരിച്ച് നൽകിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. മന്ത്രിമാരാരാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവരോട് സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ ഉള്ള ആവശ്യവും നൽകിയിരിക്കുന്നു. സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം എത്തുന്ന മുറയ്ക്ക് പ്രധാനമന്ത്രി അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹവും പങ്കെടുക്കുന്നത്. ഹാഷ്മി, രാധാകൃഷ്ണൻ, 57 വരെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 7:15 തുടങ്ങാൻ പോകുന്നു. അതോ 57 പേരും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യോ എന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് അല്പസമയത്തിന് മുതൽ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മറ്റൊരാളുടെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ച് പിണറായി വിജയനും ഗീവർഗീസ് മാർ കൂർലോസിന് മറുപടി നൽകുന്നുണ്ട്. മൂലമ്പള്ളി ചെങ്ങറ സമരങ്ങളിൽ പോരാളിയായതാണ് വിവരദോഷമെന്ന് വേറൊരാളുടെ ഷിബി പീറ്റർ എന്നയാളുടെ കുറിപ്പിൽ പറയുന്നു. അത് പങ്കുവെക്കുകയാണ് കൂർലോസ് പിതാവ്. മെത്രാനായ ശേഷം ചുവപ്പ് ലോഹയിട്ട് കമ്മ്യൂണിസ്റ്റായി പ്രഖ്യാപിച്ചതാണ് വിവരദോഷം. അംബേദ്കറാണ് ഭാവി എന്ന് പ്രഖ്യാപിച്ചതാണ് വിവരദോഷം. യേശുവിനെ വിപ്ലവകാരിയെ CPM ചിത്രീകരിച്ചപ്പോൾ അനുകൂലിച്ചതാണ് വിവരദോഷം. അത് പിണറായിയും ഇടതുപക്ഷവും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നു. പിണറായി വിവരദോഷി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ കൂർലോസും പിണറായിയും തമ്മിലുള്ള വിവര ദൂരമാണ് കാണിക്കുന്നത്. അതൊക്കെ ഷിബി പീറ്റർ എന്നയാൾ ഒരു നീളൻ കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പ് ഗീവർഗീസ് മാർ കൂർലോസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയാണ്. ഒരു നേരിട്ടുള്ള മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂരിലെ കോൺഗ്രസ് തോൽവിയിലും DCCയിലെ കൂട്ടത്തല്ലും ഒടുവിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും UDF കൺവീനർ MP വിൻസെന്റിനും സ്ഥാനം നഷ്ടമാകും. നിയുക്ത MP VK ശ്രീകണ്ഠനായിരിക്കും DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. അതിനിടെ കോഴിക്കോട് K മുരളീധരനെ പിന്തുണച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയും കോൺഗ്രസിന് തന്നെ നാണക്കേടായ കൂട്ടത്തല്ലിലും കർശന നടപടി വേണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതോടെയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും UDF ചെയർമാൻ MP വിൻസെന്റിനെയും മാറ്റാൻ നടപടി തുടങ്ങിയത്. പകരം ബെന്നി ബെഹന്നാന് ചുമതല നൽകാൻ ആലോചിച്ചെങ്കിലും വിസമ്മതിച്ചതോടെയാണ് VK ശ്രീകണ്ഠന് ചുമതല നൽകുന്നത്. DCC പ്രസിഡന്റിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ KPCC നിയോഗിക്കും. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ പേർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും ആലോചനയിലുണ്ട്. മുൻ MP TN പ്രതാപൻ, AICC അംഗം അനിലക്കര എന്നിവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. K മുരളീധരന്റെ കടുത്ത നിലപാടും നേതാക്കൾക്കെതിരായ നടപടിയുടെ ആക്കം കൂട്ടി. അതിനിടെ K മുരളീധരന് വേണ്ടി കോഴിക്കോട് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നാണ് പോസ്റ്ററിലുള്ളത്. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 24 തൃശൂർ. രാജ്യസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാക്കി CPIM. കേന്ദ്ര നേതാക്കളെ സീറ്റിലേക്ക് പരിഗണിക്കണമെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുണ്ട്. സീറ്റിൽ തീരുമാനമായില്ലെങ്കിലും അനിരാജ, പ്രകാശ് ബാബു എന്നിവർക്കാണ് CPI-യിൽ പ്രാമുഖ്യം. രാജ്യസഭയിലേക്ക് ഒഴിവുവരുന്ന സീറ്റുകളിൽ ഒരെണ്ണം CPIM-ന് അവകാശപ്പെട്ടതാണ്. ഈ സീറ്റിലേക്ക് ആരെ നിയോഗിക്കണമെന്നത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ച തുടങ്ങി. കേന്ദ്ര നേതാക്കളെ പരിഗണിക്കണമെന്ന പാർട്ടിക്കുള്ളിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. സീതാറാം യെച്ചൂരി, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി അടക്കമുള്ള പേരുകളാണ് ചർച്ചയിലുള്ളത്. ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൈവന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിലെ ആരെങ്കിലും പാർലമെന്റിൽ ഉണ്ടാകണം. കേന്ദ്ര നേതാക്കളെ പരിഗണിക്കാൻ ഇതാണ് കാരണം. കേരളത്തിൽ നിന്നല്ലാതെ ഇവരെ പാർലമെന്റിൽ എത്തിക്കാനുമാകില്ല. എന്നാൽ സംസ്ഥാനത്തെ നേതാക്കളെ പരിഗണിക്കണമെന്നും ചർച്ചയുണ്ട്.
പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള പേരുകളാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. സീറ്റ് വിഭജനം പൂർത്തിയായാലുടൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. വിജയിക്കുന്ന മറ്റൊരു സീറ്റിൽ തീരുമാനമായില്ലെങ്കിലും സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച് CPIയും ചർച്ച തുടങ്ങി. ആനി രാജ, പ്രകാശ് ബാബു അടക്കമുള്ള പേരുകളാണ് CPI പരിഗണിക്കുന്നത്. സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. 24 തിരുവനന്തപുരം. സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. നാളെ തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം. വിദേശത്തുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് രാത്രിയോടെ തിരിച്ചെത്തും. തുടർന്ന് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന ശേഷമായിരിക്കും ഹാരിസ് ബീരാന്റെ പേര് പ്രഖ്യാപനം. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങൾക്കും ഡൽഹിയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഹാരിസ് ബീരാനാണ്. എന്നാൽ ചില മുതിർന്ന നേതാക്കൾക്കും യൂത്ത് ലീഗിനും ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കടുത്ത അമർഷം നിലനിൽക്കുന്നുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ LDF UDF വോട്ട് കച്ചവടം അനുവദിക്കില്ലെന്ന് BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് 24നോട്. പത്മജ സ്ഥാനാർത്ഥിയാകുമെന്നത് മാധ്യമ വാർത്തകളാണെന്നും KM ഹരിദാസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. നടക്കാനിരിക്കുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടാൻ പോകുന്നത് പാലക്കാടിന് തന്നെയെന്നുറപ്പ്. അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ മുന്നണികളുടെ വീറും വാശിയും വരും ദിവസങ്ങളിൽ ഉച്ചസ്ഥായിലെത്തും. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ 18 അടവും പയറ്റാനാണ് BJPയുടെ തീരുമാനം. ആര് സ്ഥാനാർത്ഥിയായാലും സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്നാണ് മിഷൻ തൃശൂരിന്റെ കൂടി പശ്ചാത്തലത്തിൽ BJP ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള നല്ല ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പാലക്കാട് നിയോജക മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തർക്കങ്ങളുണ്ടെങ്കിലും അന്തിമഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എത്താനാണ് സാധ്യത. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, VT ബൽറാം എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. LDF തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള യുവമുഖത്തിനാണ് സാധ്യത കൂടുതൽ. 24 പാലക്കാട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലേക്കും അതിൻ്റെ പ്രചരണ കോലാഹലങ്ങളിലേക്കും വീണ്ടും പോവുകയാണ്. എന്തായാലും തീവാറും പോരാട്ടം ഇവിടങ്ങളൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അല്ലേ. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഘത്തെ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴിയാണെന്ന് അവയവദാനത്തിനിരയായ പാലക്കാട് സ്വദേശി ഷമീറിന്റെ മൊഴി. ഷമീറിനെ ഇറാനിലേക്ക് അയച്ചത് കേസിലെ മുഖ്യ സൂത്രധാരൻ ബെല്ലം രാംപ്രസാദ് ഗൊണ്ട എന്നും കണ്ടെത്തൽ. ഷമീറിനെ കേസിൽ മാപ്പുസാക്ഷിയാക്കും. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ഏപ്രിലാണ് പാലക്കാട് സ്വദേശി ഷമീർ കിഡ്നി വിൽക്കാൻ ടെഹ്റാനിലെത്തിയത്. നേരത്തെ പിടിയിലായ ഹൈദരാബാദ് സ്വദേശി ബെല്ലം രാജപ്രസാദ് ഗൊണ്ട മുഖാന്തരമായിരുന്നു യാത്ര. സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴിയാണ് അവയവക്കടത്ത് സംഘത്തിനെ പരിചയപ്പെട്ടതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ടെഹ്റാനിൽ സാബിത് നാസർ ശസ്ത്രക്രിയക്കുള്ള സൗകര്യമൊരുക്കി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെയ് 18 ഷമീർ തിരികെ ഇന്ത്യയിലെത്തി. മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ ആരോഗ്യസ്ഥിതി മോശമാണ്. അവയവദാതാക്കളുടെ ആരോഗ്യാവസ്ഥ മോശമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധു കൂടിയാണ് പിടിയിലാകാനുള്ളത്. നേരത്തെ പിടിയിലായ 3 പ്രതികളുടെയും രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തും. ഇരയായ ഷമീറിന്റെ മൊഴി കൂടി ലഭിച്ചതോടെ പഴുതടച്ചുള്ള കുറ്റപത്രം രാജ്യാന്തര അവയവക്കടത്ത് സംഘത്തിനെതിരെ സമർപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മുഖ്യ കണ്ണിയായ മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണ്. 46,053 വിദ്യാർത്ഥികളാണ് രണ്ടാം അലോട്ട്മെന്റ് കാത്തിരിക്കുന്നത്. 13,814 സീറ്റുകളാണ് മെറിറ്റിൽ ശേഷിക്കുന്നത്. ഈ മാസം 12-നാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നടക്കുക. മലപ്പുറം ജില്ലയിൽ +1 ഒന്നാം അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചവർ പോലും കടുത്ത നിരാശയിലാണ്. അപേക്ഷിച്ച സീറ്റിന് പകരം മറ്റ് വിഷയങ്ങളിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത് രണ്ടാം ഘട്ട അലോട്ട്മെന്റിനായി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. നിലവിൽ ജില്ലയിൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റിനായി കാത്തിരിക്കുന്നത് 46,053 വിദ്യാർത്ഥികളാണ്. ജില്ലയിൽ ഇത്തവണ 82,446 വിദ്യാർത്ഥികളാണ് ആകെ അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ മെറിറ്റ് സീറ്റിൽ ആകെ 50,207 സീറ്റാണുള്ളത്. ഇതിൽ 36,393 സീറ്റിലേക്കാണ് ആദ്യ അലോട്ട്മെന്റ് നടത്തിയത്. ഇനി ആകെ മെറിറ്റിൽ ശേഷിക്കുന്നത് 13,814 സീറ്റുകൾ. അതേസമയം സംവരണ സീറ്റുകളിൽ ജില്ലയിൽ 2,882 സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. 3,502 സീറ്റിൽ ആകെ 621 സീറ്റിലേക്ക് മാത്രമാണ് ഒന്നാം അലോട്ട്മെന്റ് നടത്തിയത്. അതിനിടെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനം പൂർത്തിയായി. 24 മലപ്പുറം.
സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള തുക നിശ്ചയിക്കുന്നതിൽ മാറ്റം വരുത്തി സംസ്ഥാന സർക്കാർ. നിലവിലുള്ള സ്ലാബ് സമ്പ്രദായം ഒഴിവാക്കി കേന്ദ്രം നിശ്ചയിച്ച നിരക്കിൽ തുക നൽകും. പാലമുട്ടയം പദ്ധതിക്കായി പ്രത്യേകം തുക അനുവദിക്കാനും തീരുമാനിച്ചു. UP ക്ലാസുകളിലേക്കുള്ള തുക വർദ്ധിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. 150 കുട്ടികൾ വരെ ഒരു കുട്ടിക്ക് 8 രൂപ, 151 മുതൽ 500 കുട്ടികൾ വരെ 7 രൂപ, 500 കുട്ടികൾക്ക് മുകളിൽ 6 രൂപ എന്നിങ്ങനെ സ്ലാബ് സമ്പ്രദായത്തിലാണ് ഉച്ചഭക്ഷണത്തിനുള്ള നിരക്ക് നിശ്ചയിച്ചിരുന്നത്. ഇത് ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പ്രൈമറി സ്കൂൾ കുട്ടിക്ക് 6 രൂപയും അപ്പർ പ്രൈമറി വിഭാഗത്തിൽ 8 രൂപ 17 പൈസയും നൽകാനാണ് തീരുമാനം. എത്ര കുട്ടികളുണ്ടെങ്കിലും ഇതേ നിരക്കിലായിരിക്കും തുക അനുവദിക്കുക. ഇതോടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പ്രതിസന്ധി ഒഴിവായെന്ന മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. ആഴ്ചയിൽ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും. ഇതിനായി 233 കോടി രൂപ പ്രത്യേകം അനുവദിക്കും. പഴയ സ്ലാബ് സമ്പ്രദായം മാറ്റിക്കൊണ്ട് പ്രൈമറിക്ക് 6 രൂപ വീതം ഒരു കുട്ടിക്ക്, അപ്പർ പ്രൈമറിക്ക് 8ാം ക്ലാസ് വരെ 8 രൂപ 17 പൈസയാക്കി വർദ്ധിപ്പിച്ചു. ഇത് കൂടാതെ പാലും മുട്ടയ്ക്ക് വേണ്ടി 232 കോടി രൂപയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് കാര്യമായി നടത്തുന്നതിന് വേണ്ടി കഴിയുമായിരിക്കും. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ചുമതല ഹെഡ്മാസ്റ്റർമാരിൽ നിന്നും മാറ്റണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അധ്യയനം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉച്ചഭക്ഷണ പദ്ധതി എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതിനാൽ ഹെഡ്മാസ്റ്റർമാർ തന്നെ ഈ ചുമതല തുടരണം. തുക വർദ്ധിപ്പിച്ചതോടെ പദ്ധതിക്ക് പര്യാപ്തമായ തുക ലഭിക്കുമെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. പ്രേക്ഷകർ പറയുകയാണ്, ഹാഷ്മി സാർ നമസ്കാരം, ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച ജെറിനാണ്. ഇന്നലെ ഞങ്ങളുടെ പഞ്ചായത്തിലെ KCB ഓഫീസും പരാതിയിലൂടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കി. ഇതോടാകെ 14 സ്ഥലങ്ങൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കാൻ കഴിഞ്ഞു. ജെറിൻ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തൊക്കെ സജീവമായി പങ്കെടുത്ത വ്യക്തി കൂടിയാണ്. ഒരുപാട് ശ്രമങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വീൽ ചെയർ ഉണ്ടാക്കാനും തിയേറ്ററുകളിൽ ഇത്തരം ആളുകൾക്ക് കയറിപ്പറ്റാനും സുഗമമായി കയറിപ്പോകാനുള്ള ശ്രമങ്ങൾക്ക് ഉള്ള ഒരാളാണ്. അപ്പോൾ ജെറിനെ എല്ലാവിധ ആശംസകളും ആ ശ്രമങ്ങൾക്കും ആ പരിശ്രമങ്ങൾക്ക്. മറ്റൊരാളുടെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷ മറുപടി നൽകി. ഗീവർഗീസ് മാർ കൂർലോസ് മൂലമ്പള്ളി ചങ്ങറ സമരങ്ങളിൽ പോരാളിയായതാണോ വിവരദോഷം എന്ന് കുറിപ്പിൽ ചോദിക്കുന്നു. മെത്രാനായ ശേഷം ചുവപ്പ് ലോഹയിട്ട് കമ്മ്യൂണിസ്റ്റായി പ്രഖ്യാപിച്ചതാണോ വിവരദോഷം എന്ന കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. മറ്റൊരാളുടെ കുറിപ്പ് പങ്കുവെക്കുകയാണ് അദ്ദേഹം. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ഗീവർഗീസ് മോർ കൂർലോസ് എന്നതിനോടൊപ്പം തന്നെ ഒരു സമാന്തര ഒരു രാഷ്ട്രീയ മനുഷ്യൻ എന്നൊക്കെ വിളിക്കാവുന്ന ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന, പാവപ്പെട്ടവന് വേണ്ടി വളരെ സജീവമായി ശബ്ദമുയർത്തുന്ന ഒരു രാഷ്ട്രീയ ഒരു പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആ ബിഷപ്പ് എന്ന് ഉറപ്പായും പറയാം. അത് ചൂണ്ടിക്കാണിക്കുകയാണോ ആ കുറിപ്പ് വിശദമായി തന്നെ? ഷിബി പീറ്റർ, അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഹാഷ്മി അത്തരത്തിലൊരു കുറിപ്പ് വന്നിരിക്കുന്നത്. ആ കുറിപ്പ് ഒരു ചുവന്ന ഹൃദയത്തിൻ്റെ ചിഹ്നം വെച്ച് പങ്കിടുകയാണ് ഗീവർഗീസ് മാർ കൂർലോസ്. അതിൽ എടുത്തു പറയേണ്ടത്, അത് രസകരമായ കാര്യം, ബിഷപ്പ് കൂർലോസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഷിബി പീറ്റർ എഴുതുന്നത് ഇങ്ങനെയാണ്: ബിഷപ്പ് കൂർലോസിൻ്റെ വിവരദോഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇംഗ്ലണ്ടിലെ കെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90കളുടെ ആദ്യത്തോടെ മടങ്ങി വന്ന അദ്ദേഹം പരിസ്ഥിതി, ദളിത് പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സഭകളുടെയും എന്യൂമിനിക്കൽ പ്രസ്ഥാനങ്ങളുടെയും തൻ്റെ വിവരദോഷത്താൽ സ്വാധീനിച്ചു എന്ന് തുടങ്ങി ഡോക്ടർ ജോർജ് മാത്യു നാക്കാലൻ എന്ന ആ വിവരദോഷിയെ ചിലർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു. മെത്രാനായ ശേഷം കറുപ്പ് തൻ്റെ രാഷ്ട്രീയമാണ്, ചുവപ്പ് തൻ്റെ രാഷ്ട്രീയമാണ്, താൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു എന്ന് തുടങ്ങിയാണ് ഈ പരമ്പര അല്ലെങ്കിൽ ഈ ലേഖനം തുടങ്ങുന്നത്. അവസാനിപ്പിക്കുന്നത് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂർലോസും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിലുള്ള വിവര ദൂരം, ഇടതുപക്ഷവും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിലുള്ള വിവര ദൂരമാണ് എന്ന് പറഞ്ഞാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെങ്ങറ സമരത്തിലും അതുപോലെ തന്നെ മൂലമ്പള്ളി സമരത്തിലും പോരാളിയായി നിന്നതാണോ, ദളിത് ക്രൈസ്തവ പക്ഷത്ത് നിന്നതാണോ താൻ ചെയ്ത തെറ്റ്? ക്രിസ്തു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ക്രിസ്തുവിൻ്റെ ചിത്രം വെച്ച് സംസ്ഥാന സമ്മേളനത്തിൽ വിപ്ലവകാരി എന്ന് വിളിച്ച് പ്രദർശനം നടത്തിയപ്പോൾ ക്രിസ്തു വിപ്ലവകാരി തന്നെയാണെന്ന് പറഞ്ഞ പ്രദർശനത്തിനൊപ്പം ചേർന്ന് നിന്നത് വിവരദോഷമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പരോക്ഷ മറുപടി ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂർലോസ് പരോക്ഷ മറുപടി, അത് ഷിബി പീറ്റർ എന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കുറിപ്പ് പങ്കുവെച്ച് പിണറായി വിജയന് നേർക്കുനേർ ഒരു മറുപടി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അതൊരു പരോക്ഷ മറുപടി അല്ല എന്ന് നിസ്സംശയം നമുക്ക് കണ്ടാൽ പറയാം. ശ്രീകുമാരാണ് അതൊരു നിൽക്കുന്ന മറുപടിയാണ് എന്ന് പറഞ്ഞാൽ താൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്, ഇടതുപക്ഷമാണ് തൻ്റെ ഹൃദയപക്ഷം എന്നൊക്കെ അങ്ങനെ പുതിയാതെ നേർക്കുനേർ പ്രഖ്യാപിച്ച ഒരു ബിഷപ്പ് കൂടിയാണ്. അങ്ങനെ അത് പതിവോ സാധാരണമുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഒരു ബിഷപ്പിനെ എന്ന് മാത്രമല്ല, ഈ മൂലമ്പള്ളി ചങ്ങറ ഈ പറഞ്ഞ എല്ലാ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് നിലപാട് സ്വീകരിക്കുകയും തന്നാൽ കഴിഞ്ഞ് ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു ബിഷപ്പൊക്കെയാണ്. അപ്പോൾ ആ ബിഷപ്പിനെ
വിവരദോഷിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സൂരജ് ആർ മാറിനോട് ഇന്ന് ഹാഷ്മി വായിക്കുമ്പോൾ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കാമോ എന്ന് അമ്മ ചോദിക്കാൻ പറഞ്ഞു. ഉറപ്പായി അമ്മ സ്പീഡ് കുറച്ചിരിക്കും. തൃശ്ശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഗതാഗത വകുപ്പിന്റെ ചിലവിൽ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. പുലർച്ചെ 3 മണിയോടെ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ലോ ഫ്ലോർ ബസ് റോഡിന് നടുവിലെ റൗണ്ട് അബൌട്ടിൽ ഇടിച്ചു കയറിയാണ് പ്രതിമ തകർന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ശക്തൻ തമ്പുരാന്റെ പ്രതിമയോട് തൃശൂരിന് വൈകാരിക അടുപ്പമാണെന്നും എത്രയും വേഗം പുനർനിർമ്മിക്കുമെന്നും മേയർ MK വർഗീസ്. ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഐഡന്റിറ്റിയാണ്. ഇത് അറിഞ്ഞപ്പോൾ തന്നെ വലിയ വിഷമത്തിലാണ്. കാരണം ഒരിക്കലും ഇത് തൃശ്ശൂർക്കാർക്ക് സംഭവിച്ച വലിയൊരു അപകടമായിട്ടായിരിക്കും. ഗതാഗത വകുപ്പ് തന്നെ സ്വന്തം ചെലവിൽ പ്രതിമ പുനർനിർമ്മിക്കാമെന്ന് അറിയിച്ചതായി മന്ത്രി കെ രാജൻ. KSRTC തന്നെ, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ആ പ്രതിമ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അവർ ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അപകടത്തിനിടയായ സാഹചര്യം വിശദമായി അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് KSRTC. 24 തൃശൂർ. വയനാട് മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ 6 വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. സംഭവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശബരിനാഥിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവരുന്നത്. 6 വിദ്യാർത്ഥികളെ പ്രതി ചേർത്താണ് പോലീസ് FIR. അസഭ്യം പറയൽ, മർദ്ദനം, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ പോലീസ് സംഘം ശബരിനാഥന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 2 വിദ്യാർത്ഥികളെ സ്കൂൾ അച്ചടക്ക സമിതി ചേർന്ന് സസ്പെൻഡ് ചെയ്തു. കൂടുതൽ വിദ്യാർത്ഥികൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ 7-അംഗ സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും സ്കൂൾ അധികൃതരുമായും ശബരിനാഥന്റെ രക്ഷിതാക്കളുമായും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടറോട് അന്വേഷണം നടത്താനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ശബരിനാഥനെ സ്കൂളിൽ തന്നെയുള്ള വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. മുഖത്തും നെഞ്ചിലുമടക്കം കത്രിക ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ശബരിനാഥൻ. 24 വയനാട്. 50 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി ദമ്പതികൾ ഉൾപ്പെട്ട 4-അംഗ സംഘം എക്സൈസ് പിടിയിൽ. മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. കണ്ണൂർ, മലപ്പുറം എക്സൈസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് സംഘം അറസ്റ്റിലായത്. മലപ്പുറം പുളിക്കൽ അരൂർ സ്വദേശി ഷഫീഖ്, ഭാര്യ സൗദ, ചേലേമ്പ്ര സ്വദേശി അഫ്നാസുദ്ദീൻ, സിയാങ്കണ്ടം സ്വദേശി മുഹമ്മദ് ഷാഹിദ് എന്നിവരാണ് പിടിയിലായത്. 685 ഗ്രാം മെത്താംഫെറ്റമിൻ ഇവരിൽ നിന്നും കണ്ടെടുത്തു. കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തും വിധം സംഘം വാഹനവുമായി കടന്നു കളഞ്ഞിരുന്നു. മറ്റൊരു കേസിൽ മലപ്പുറം പരപ്പനങ്ങാടിയിൽ 15 ഗ്രാം MDMAയുമായി പുലിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് വാഹിദിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ കഞ്ചാവ് കേസിൽ കൈവിലങ്ങുമായി രക്ഷപ്പെട്ടയാളാണ് പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു. 24 തിരൂർ. സംസ്ഥാനത്ത് അടുത്ത 3 നാൾ കൂടി ശക്തമായ മഴ തുടരാനാണ് സാധ്യത. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ. ഹരി, ഇന്ന് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിലെ ഒരു കാലാവസ്ഥ, മഴയുടെ അവസ്ഥ? അശ്വിനി, സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഈ 3 ദിവസം മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തെക്കൻ മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരള തീരത്തിന് സമീപം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള ബാക്കിയുള്ള 10 ജില്ലകൾ, ഈ ഓറഞ്ച് അലർട്ട് ഒഴികെയുള്ള ബാക്കിയുള്ള 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹാഷിം. ഓക്കെ, അപ്പോൾ അതാണ് വരുന്ന 3 ദിവസങ്ങൾ കൂടി അത്യാവശ്യം നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇടിയും മിന്നലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല മഴ. പ്രേക്ഷകരെ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത യാനങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താനാകില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യന്ത്രവത്കൃത യാനങ്ങളുള്ളത് കൊല്ലത്താണ്. എല്ലാം തീരമണഞ്ഞു.
ബോട്ടുകൾക്കിനി അറ്റകുറ്റപ്പണിയുടെ നാളുകൾ. ട്രോളിംഗ് നിരോധനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മത്സ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് ഒരു മത്സ്യസമ്പത്തും വർദ്ധിച്ചതായി ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. പകരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം ലഭിക്കേണ്ട മത്സ്യസമ്പത്ത് നമുക്ക് ഈ കാലയളവിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇനിയും ഒരു പഠനവും നടത്തി ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ കാലയളവ് ഇത് തന്നെ വേണോ വേണ്ടോ എന്ന് ഗവൺമെൻറ് ശക്തമായി പരിശോധിക്കാൻ തയ്യാറാകണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രതികൂല കാലാവസ്ഥ മത്സ്യലഭ്യതയെ ബാധിച്ചെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ യാനങ്ങൾ വീണ്ടും ഇറക്കണമെങ്കിൽ കടം വാങ്ങേണ്ടി വരുമെന്നും ബോട്ടുടമകൾ. ഓരോ ബോട്ടുകൾക്കും ലക്ഷക്കണക്കിന് രൂപ ഡീസലിൻ്റെ കടത്തിൽ വന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് അടുത്ത ഒരു ട്രോളിംഗ് നിരോധനം വരുന്നത്. ഈ ബോട്ടുകൾക്കൊന്നും യഥാർത്ഥത്തിൽ മെയിൻ്റനൻസ് ചെയ്യാൻ പോലുമുള്ള പൈസ കിട്ടിയിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രതിസന്ധി. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലുമുള്ള ഡീസൽ ബങ്കുകൾ അടച്ചു. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഡീസൽ ബങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും. നീണ്ടകര ഹാർബർ ഈ വർഷവും ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് തുറന്നുകൊടുക്കും. 24 കൊല്ലം. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 3 മരണം. തൃശൂർ ചാഴൂരിൽ കാർ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു. ഇടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയിൽ ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മയ്ക്കാണ് ദാരുണാന്ത്യം. പന്തളത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായി. എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയിൽ മുക്കം നെല്ലിക്കാപ്പറമ്പിൽ കൊട്ടിയൂർ യാത്ര കഴിഞ്ഞു മടങ്ങിയ ടൂറിസ്റ്റ് ബസും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കതിരൂർ സ്വദേശിനി മൈമൂന മരിച്ചു. പുലർച്ചെ 2:30 അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ ചാഴൂരിൽ കാർ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറിയാണ് പഴുവിൽ സ്വദേശി വേളൂക്കര ഗോപി മരിച്ചത്. തട്ടുകടയുടെ മുൻപിൽ പത്രം വായിക്കാനെത്തിയതായിരുന്നു ഗോപി. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട പന്തളത്ത് സ്കൂട്ടറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് തുമ്പമൺ സ്വദേശി അരുൺ മരിച്ചു. പന്തളം മാവേലിക്കര റോഡിൽ തുമ്പമണ്ണ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ബൈക്ക് ഓടിച്ചിരുന്ന തുമ്പമൺ സ്വദേശി രതീഷിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം അങ്കമാലിയിൽ കാറിന് തീപിടിച്ചായിരുന്നു മറ്റൊരു അപകടം. തീ കണ്ട ഉടൻ ഡ്രൈവർ പുറത്തിറങ്ങിയതോടെയാണ് വലിയ അപകടം ഒഴിവായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ 24 കൊട്ടാരക്കര ബ്യൂറോ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പഴയ കൊല്ലം ചെങ്കോട്ട റോഡിൽ മർത്തോമ LP സ്കൂളിന് സമീപത്താണ് കൊട്ടാരക്കര ബ്യൂറോ. പുനലൂർ, പത്തനാപുരം, കുളത്തൂപ്പുഴ, അഞ്ചൽ, കടക്കൽ, ചടയമംഗലം, എഴുകോൺ, ചെങ്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ വാർത്തകൾ ഇനിയും നമ്മുടെ കൊട്ടാരക്കര ബ്യൂറോയിലൂടെ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ് 7593829835. എന്ന് പറഞ്ഞാൽ 7593829835. അപ്പോൾ അതാണ് നമ്പർ. അപ്പോൾ ആ മേഖലയിലുള്ള എന്തെങ്കിലും വാർത്തയൊക്കെ ഉള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ എത്തി അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ചാമ്പ്യൻ എന്നറിയാം. വൈകിട്ട് 6 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ്റെ കാർലോസ് അൽക്കാരസ് ജർമ്മനിയുടെ അലക്സാണ്ടർ സൊറേവിനെ നേരിടും. US ഓപ്പൺ, വിംബിൾഡൺ, ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിട്ടുള്ള അൽക്കാരസിന്റെ ലക്ഷ്യം ആദ്യ ഫ്രഞ്ച് ഓപ്പണാണ്. അതേസമയം ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് സൊറേവ് ഇറങ്ങുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ച വാർത്തായാത്ര തൽക്കാലം ഒന്ന് പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് 7:15 മുതൽ 3ാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ ഉണ്ട്. സുരേഷ് ഗോപി എത്രാമതായി സത്യപ്രതിജ്ഞ, എന്താണ് വകുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത ഇപ്പോഴും ഉണ്ടെങ്കിൽ കൂടിയും അല്പസമയത്തിന് മുതലൊക്കെ ഒരു ഫൈനൽ അറിയിപ്പുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം.